ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ആള് നല്ല പഠിപ്പിയാണെന്ന് വെച്ചാൽ നല്ല പഠിപ്പിയാണ്, റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് അങ്ങേയറ്റം തറയണെന്ന് പറഞ്ഞാൽ തത്തറയാണ്. നമ്മള് പോലും വിചാരിക്കല്ലോ. ഇപ്പൊ മാഷാണെങ്കിലും മാഷിൻ്റെതായ യാതൊരു ആറ്റിറ്റ്യൂഡില്ല വീട്ടില്. എന്നാൽ മാഷാവേണ്ട സ്ഥലത്ത് മാഷാവും, മാഷ് അല്ലാണ്ടാവാത്ത സ്ഥലത്ത് തത്തറയാണ്. അപ്പം സ്നേഹയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ചേട്ടൻ. അപ്പൊ അമ്മ എപ്പോഴും പറയും, മോനെ നീ അങ്ങനെ ആവരുത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ നന്നാന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാനും ചേട്ടനും. ചേട്ടൻ പിന്നെന്താണ്, നല്ലൊരു മാഷാണ്. ചേട്ടന്റെ പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ചേട്ടന്റെ തലയിൽ കയറി നിൽക്കുന്ന ഒരു ഇതാണ്, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് ചേട്ടൻ മാഷ് എന്ന രീതിയിൽ കുട്ടികളോട് കാണിക്കുന്നത്. പിന്നെ വീട്ടിലാണെങ്കിൽ എല്ലാവരോടും ലവബിൾ ആണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്ന് വെച്ചാൽ ആണ്, ആവേണ്ട സ്ഥലത്ത് ആവും, എന്നാൽ പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് നല്ലൊരു ചേട്ടനും എനിക്ക് നല്ലൊരു ചേച്ചിയായിട്ട് അവർ മാറട്ടെ, അവർക്ക് നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ, അവർക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് സ്നേഹ ആൻഡ് രാഹുൽ. രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ രാഹുലിൻ്റെ ഫോക്കസും ഡിറ്റർമിനേഷനും പുള്ളിയുടെ സക്സസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പുള്ളി വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഏതൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണെങ്കിലും കൂടി വളരെ അത് ലൈറ്റായിട്ട് എടുത്ത് മുമ്പോട്ട് പോകാനുള്ള പുള്ളിയുടെ കേപ്പബിലിറ്റി, കപ്പാസിറ്റി ശരിക്കും ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും റോഷിനിക്കും തോന്നിയിട്ടുള്ളത്. റോഷിനി സഹോദരിയാണെങ്കിലും കൂടെ വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങളുടെ കസിൻസ് ആണെങ്കിലും നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഒരു 25 years ആയിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഒരു വലിയേട്ടൻ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമുക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എന്ത് പറഞ്ഞാലും വീട്ടിലെ അച്ഛനും അമ്മയും ചിലപ്പോൾ അത് സമ്മതിക്കില്ല. പക്ഷെ രാഹുൽ ചേട്ടൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോ, ആ ഒരു മോഡലാണ് ചേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതലാണ്. നമുക്ക് എന്തും പറയാനുള്ള ഫ്രീഡമാണ്. ആൻഡ് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ആള് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, ടോപ്പറാണ്, എല്ലായിടത്തും ടോപ്പറാണ്. വീട്ടിലെ മുത്താണ് രാഹുൽ ചേട്ടൻ. എന്തായാലും രാഹുൽ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ തന്നെ കിട്ടി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവിധ ആശംസകളും സന്തോഷവും അനുഗ്രഹവും രാഹുലിനും സ്നേഹിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും മകൻ. തീർച്ചയായിട്ടും. वैभव
அடடா காதல் வந்ததே என்னை அழகாய் மோதிச் சென்றதே அலைமேல் ஆடும் படகாய் என் மனதை மாற்றிச் சென்றதே முதல் முறை ஒரு தேவதை நான் கண்டேனே பலமுறை என் கண்களை சரி பார்த்தேனே அடி அந்தரத்திலே துள்ளி துள்ளி குதித்தேன் ரெக்கையின்றியே காற்றில் ஏறி பறந்தேன் கண்ணை மூடினார் உன்னை மட்டும் நினைத்தேன் என்னவோ செய்யுதே காதல் அடடா காதல் வந்ததே என்னை அழகாய் மோதிச் சென்றதே அலைமேல் ஆடும் படகாய் என் மனதை மாற்றிச் சென்றதே இதயத்தின் கதவருகே நீ வரும் மொழி கேட்கின்றதே இது என்ன இமையருகே உன்முகம் மட்டும் பூக்கின்றதே இரு விழியாது என்னிடம் இருக்கும் மறுநொடியாது உன்னிடம் பறக்கும் இது என்ன பெண்ணே எரிந்த மயக்கம் உன் வாசம் நான் காற்றில் தேடி பார்க்கிறேன் மூச்சில் சேர்க்கிறேன் முன்னே முன்னே உன் காலடி பின்னே வரும் எந்த நிழல் நான் மண்ணோடு வாழ்ந்தால் உன்னோடு வாழ்வேன் உயிரே என் உயிருக்குள் நீ அடி அடடா காதல் வந்ததே என்னை அழகாய் மோதிச் சென்றதே